നമ്മൾ ചീരവിത്ത് എങ്ങനെ കളക്ട് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ ചീരവിത്തിന് വേണ്ടിയിട്ട് വളണ്ടിപ്പോയാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു പാക്കറ്റിന് തന്നെ 30 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചീരവിത്ത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവനവന് തന്നെ ചീരവിത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാൻ ചീരയുടെ പൂവ് ഏകദേശം മൂത്തതിന് ശേഷം മുറിച്ചെടുത്ത് ഉണക്കാനിട്ടതാണ്. ഉണക്കി 2 ദിവസത്തെ വെയിൽ കൊണ്ടു. അതിനുശേഷം നമ്മൾ ചീരവിത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ മുറിച്ചിട്ട ചീര ചെറുതായി ഇതേമാതിരി ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഭാഗത്ത് ആണ് ചീരവിത്ത് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ചീരവിത്ത് ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ കാണുന്ന പൂവിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇതേമാതിരി സ്ലൈസ് ചെയ്യുന്നതോടുകൂടി ഈ ഇതിലുള്ള ചീരവിത്ത് അടിയിലോട്ട് സംഭരിക്കപ്പെടും. ഇന്ന് നമ്മൾ ചെറിയ തോതിൽ മാത്രമേ ആദ്യം അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജാണ്. 2-3 സ്റ്റേജായിട്ട് നമുക്ക് ഇതിൻ്റെ വിത്തുകൾ എടുക്കാവുന്നതാണ്. ഇത് ശരിയായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിത്തുകൾ കിട്ടും. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 ദിവസം വെയിൽ കൊണ്ട ഈ ചീരപ്പൂവിൻ്റെ വിത്തുകളാണ് ഞാൻ എടുക്കുന്നത്. ഇത് വീണ്ടും ഉണക്കി നമുക്കിതിൽ ശേഷിക്കുന്ന വിത്തുകൾ കൂടി നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് വിത്ത് മാത്രം എടുക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഏതായാലും ഇതിനെപ്പറ്റി നമ്മൾ ചിലർ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന്, ചിലർ അപൂർവം ചിലർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. മിക്ക കർഷകർക്കും അറിയാം, എങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ പൊസിഷനിലാണ് നമുക്ക് വിത്തോടു കൂടി പൂവിൻ്റെ അംശങ്ങളും മറ്റും ഉള്ള ഒരു ഇതായിട്ടാണല്ലോ കിട്ടുന്നത്. അതിന് നമ്മൾ ഇനി അങ്ങനെ ഈ പൂവിനും വിത്തിനും വേർപെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് കാറ്റ് ഊതി അതിൻ്റെ പൂവ് കളഞ്ഞാൽ നമുക്ക് നല്ല വിത്തായിട്ട് ലഭിക്കുന്നതാണ്. ലാസ്റ്റ് കുറച്ച് ഇടുമ്പം മാത്രം കുറച്ചും കൂടി കളയട്ടില്ല. ഇത് ഏകദേശം വിത്ത് അതിൻ്റെ ശരിയായ രീതിയിലായി. ഇനി നമ്മൾ ഈ എടുത്തു വെച്ച വിത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിപ്പയിലേക്ക് എടുത്തു വെക്കുന്നതാണ്. ഈ കാണുന്നത് ഞാൻ ഇതേപോലെ സംഭരിച്ചിട്ടുള്ള വിത്താണ്. ഇത് നമ്മൾ വിലക്ക് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100ഓളം പൊതികളിൽ ആക്കേണ്ട വിത്ത് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വിത്ത് ആക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ വാങ്ങിക്കുന്ന വിത്തുകൾ ഇത് പ്ലാസ്റ്റിക് കവറിലിട്ടാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യമേ ഉള്ളൂ. നമ്മൾ കുറച്ച് ചീരവിത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിയ ത്യാഗം എടുക്കുന്നതിന് പകരം അവനവന് തന്നെ ഇത്രയധികം വിത്തുകൾ, എനിക്ക് കുറച്ച് ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്നുണ്ടാക്കിയ വിത്തുകളാണ് ഇത്രയധികം. താങ്ക് യു.